Hello everyone, welcome to another video. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ഇതൊരു ആൻറ്റി ബോൾഡ്നെസ് ഹെയർ ഓയിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഞാനൊരു 2 or 3 months ടെസ്റ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട് വന്നപ്പോഴത്തേന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഹെയർ ഓയിൽ എന്ന് വെച്ചാൽ ഒരു വൺ പർട്ടിക്കുലർ ടൈപ്പ് ഓയിൽ അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ഫ്യൂ മിക്സ് ഓഫ് ഓയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പല ടൈപ്പിലുള്ള ഹെയർ ഓയിലിൻ്റെ ഒരു മിക്സ്. അത് ഓരോ ഇൻഗ്രീഡിയൻറ്റിനും ഓരോ റീസൺ ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓരോ ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ഈ മിക്സിൽ, ഈ ഹെയർ ഗ്രോത്ത് മിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സ്ട്രോങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്രിസ് ഫ്രീ ആയിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും. അപ്പം ഇത് ഈ ഹെയർ ഗ്രോത്ത് ഓയിൽ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ മേടിക്കുകയില്ലേ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു 100 ml 1000 rupees വെച്ച് കൊടുത്ത് മേടിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഈ ഓയിൽസ് നമ്മൾ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നേലും ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഇത് വീഡിയോ ഉണ്ടാകും. അപ്പം നമുക്ക് വേണ്ട ഓയിൽസ് ഏതാണെന്ന് ഞാൻ പറയാം. ഇത് കണ്ടോ, ഇത് പംകിൻ സീഡ് ഓയിലാണ്. ഇത് നമുക്കിങ്ങനെ ആമസോണിൽ മേടിക്കാൻ പറ്റും. ഇതിപ്പം ഓർഗാനിക് പംകിൻ സീഡ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. പിന്നെ വേണ്ടത് ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് സീഡ് ഓയിലാണ്. നൈജല ഓയിൽ എന്നൊക്കെ ഇന്ന് പറയും, ബ്ലാക്ക് സീഡ് ഓയിൽ. പിന്നെ വേണ്ടത് ഗ്രേപ്പ് സീഡ് ഓയിൽ. പിന്നെ വേണ്ടത് കാസ്റ്റർ ഓയിൽ. പിന്നെ ഇത് ഓപ്ഷണലാണ്, റോസ്മേറി ഓയിൽ. ഇത് എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഇത് നമ്മൾ ഏതെങ്കിലും കാരിയർ ഓയിലുമായിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെ യൂസ് ചെയ്യരുത്. ഇതിപ്പം ആൽമണ്ട് ഓയിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പംകിൻ സീഡ് ഓയിലിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യണം. പിന്നെ ഉള്ളത് ജോജോബ ഓയിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ഇത് കണ്ടോ, ഈ പംകിൻ സീഡ് ഓയിൽ എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഹെയർ മോയ്സ്ചറൈസറാണ്. നമുക്കത് ഒത്തിരി നമ്മുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ ഇല്ലേ, അതൊക്കെ ഗ്രോ ചെയ്യാനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണിത്. പിന്നെ ഹെയർ തിക്നെസ്സിനും ഹെയർ കൗണ്ടൊക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ് ഈ പംകിൻ സീഡ് ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതിപ്പം ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലില്ലേ, അതാണേലും മതി. ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു സോഫ്റ്റ്നറാണ്. നമുക്ക് നല്ല ഹെയർ നല്ല സ്മൂത്ത് ആയി കിട്ടാനും ഇപ്പം നല്ല ഷൈൻ ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓയിലാണിത്. ഇത് ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ പാടാണെങ്കിൽ കോക്കനട്ട് ഓയിലില്ലേ, അത് മതി. കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി, രണ്ടും യൂസ് ചെയ്യേണ്ട. പിന്നെ നെക്സ്റ്റ് ഓയിൽ എന്ന് പറയുന്നത്, തേർഡ് ഓയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സീഡ് ഓയിലാണ്. ഈ ബ്ലാക്ക് സീഡ് ഓയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ റീഗ്രോ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഈ ഹെയർ തിന്നിങ് ഒക്കെ ഉണ്ടായില്ലേ, അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് ഈ ഇൻഫ്ലമേഷനോ ഒക്കെ സ്കാൽപ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹെയർ റീഗ്രോത്തിനൊക്കെ യൂസ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ് ഈ ബ്ലാക്ക് സീഡ് ഓയിൽ. ഇത് ഈ പംകിൻ സീഡ്, ആൽമണ്ട് ഓയിൽ, പിന്നെ ഈ ബ്ലാക്ക് സീഡ് ഓയിൽ, ഇങ്ങനെ ഒരു 5 types ഓയിൽസ് മസ്റ്റാണ്. പിന്നെ ഇത് ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇത് കണ്ടോ, ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രൈ സ്കാൽപ്പൊക്കെ ഉണ്ടായില്ലേ, ഡ്രൈ ആയിട്ടും അല്ലെ ഇച്ചി സ്കാൽപ്പൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. നല്ല ഹെയർ സ്ട്രെങ്തനിങ്ങിനും ഷൈനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ. പിന്നെയുള്ളത് ബ്ലാക്ക് കാസ്റ്റർ ഓയിലാണ്. ഇത് റീഗ്രോത്തിനും ഹെയർ ഗ്രോത്തിനും ഹെയർ തിന്നിങ്ങിനും ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒത്തിരി നല്ലതാണ്. പിന്നെ ഇൻഫ്ലമേഷനൊക്കെ ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇപ്പം നമുക്ക് ഈ കാസ്റ്റർ ഓയിലോ ഈ ബ്ലാക്ക് സീഡ് ഓയിലോ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ആൽമണ്ട് ഓയിലിന് പകരം കോക്കനട്ട് ഓയിലാണെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ ഈ ബ്ലാക്ക് സീഡ് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം ബ്ലാക്ക് സീഡ് ഓയിൽ ഇല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാം, അങ്ങനെ. പിന്നെ റോസ്മേറി ഓയിൽ, ഇത് ടോട്ടലി ഓപ്ഷണലാണ് നമുക്ക്. ബട്ട് ഈ റോസ്മേറി ഓയിൽ എന്ന് വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററിയും പിന്നെ പ്രീമച്ചുർ ഗ്രേയിങ്ങും ഒക്കെ ഇപ്പം നമ്മുടെ ഈ നരച്ച് ഹെയറൊക്കെ പ്രീമച്ചുറായിട്ട്
ഗ്രേയിങ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഉള്ളത് ജോജോബ ഓയിൽ. ഇത് നമുക്ക് ഡ്രൈനെസ്സിനും സ്പ്ലിറ്റൻസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് ഒത്തിരി നല്ലതാണ്. നമുക്ക് ഹെയർ റീഗ്രോത്തിനും നല്ല തിക്കായിട്ടൊക്കെ വളരാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാനിപ്പം പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ പംകിൻ ഓയിൽ നമുക്ക് മസ്റ്റായിട്ട് വേണം. ഈ ബ്ലാക്ക് സീഡ് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ നമുക്ക് ഉറപ്പായിട്ട് വേണം. പിന്നെ ഈ റോസ്മേറി ഓയിൽ ഓപ്ഷനിലാണ്. പിന്നെ ഈ ഗ്രേപ്പ് സീഡ് ഓയിലും ആമൻഡ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നമുക്ക് വേണം. പിന്നെ ജോജോബ ഓയിൽ. അപ്പം ഓൾമോസ്റ്റ് ഒരു 6 ഓയിൽസ് കൂടിയുള്ള ഒരു മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു പ്രീ ഷാമ്പു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്. കാരണം നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു 1 hour 2 hours ഒക്കെ മുമ്പ് ഈ മിക്സ്ചർ ഓയിൽസിൻ്റെ തന്നെ മിക്സ് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റോവിൽ വെച്ച് ചൂടാക്കാം. അതല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാം. എന്നിട്ട് ഇത് മിക്സ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്കാൽപ്പയിൽ നന്നായിട്ട് തേച്ച് ഒരു 1 hour or 2 hours ഒക്കെ കഴിയുമ്പോഴത്തേന് കുറച്ച് ഷാമ്പു ഇട്ട് കഴുകിക്കളയാം. ഇതല്ലാതെ നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ ഈ ഓയിൽസ് എല്ലാം ഒരുമിച്ച് വെക്കുന്നതിന് പകരമായിട്ട് ഈ കാസ്റ്റർ ഓയിലില്ലേ, നമുക്ക് ഡീപ് കണ്ടീഷണർ പോലെ ഈ കാസ്റ്റർ ഓയിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ ആമൻഡ് ഓയിലോ അങ്ങനെ 2 മിക്സ് മാത്രമായിട്ട് തേച്ചിട്ട് പിന്നെ ഓവർനൈറ്റ് വെച്ചിട്ട് പിന്നെ രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി ഷാമ്പു ഇട്ട്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ഉണ്ടാക്കി കണ്ടോ ഇങ്ങനെ ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കും. എന്നിട്ടത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മേസൺ ജാർ ഉണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് ലെഫ്റ്റ് ഓവർ ഓയിലുണ്ട്. ഇതിങ്ങനെ ഒരു മേസൺ ജാറിൽ ഞാൻ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടപ്പം കുറച്ച് നമുക്ക് വേണ്ട എമൗണ്ട് മാത്രം ചൂടാക്കി ഞാൻ തലയിൽ തേച്ചിട്ട് ഒരു 1 hour 2 hours കഴിയുമ്പോഴത്തേന് കഴുകിക്കളയും. അപ്പം നമുക്ക് കുറച്ച് പംകിൻ സീഡ് ഓയിൽ ഒഴിച്ച് ഈ പാനിലോട്ട് ഒഴിക്കാം. ഇപ്പം ഇത്ര പ്രൊപ്പോർഷനൊന്നുമില്ല, ഒരു 1 tablespoon വെച്ചൊഴിച്ചാൽ മതി. ഇതിപ്പം 1 tablespoon പംകിൻ സീഡ് ഓയിൽ ഉണ്ട്. ഇതുകൊണ്ട് ഇനി ആമൻഡ് ഓയിൽ, ഒരു 1 teaspoon ആമൻഡ് ഓയിൽ. പിന്നെ ഈ നൈജല ബ്ലാക്ക് സീഡ് ഓയിലില്ലേ, ഇത് ഒരു 3 drops മതി. ഒത്തിരി വേണ്ട. പിന്നെ ഇത് കാസ്റ്റർ ഓയിൽ, ഇതും 1 tablespoon വേണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജമൈക്കൻ ബ്ലാക്ക് കാസ്റ്റർ ഓയിലാണ്. നിങ്ങൾ മേടിക്കുമ്പോഴത്തേന് പ്രോപ്പറായിട്ടുള്ളത് മേടിക്കാൻ നോക്കണം. ഫേക്ക് ആയിട്ടുള്ളത് മേടിച്ചാൽ നമുക്ക് യൂസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ജോജോബ ഓയിൽ ഒരു ടീസ്പൂൺ മതി. പിന്നെ നമുക്ക് വേണ്ടത് റോസ്മേറി ഓയിൽ, ഇതൊരു ഡ്രോപ്പ് മതി കേട്ടോ. ഇതാ നല്ല സ്മെല്ലൊക്കെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അല്ല പ്രീമച്ചുർ ഗ്രേയിങ്ങിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഒരു 2 or 3 drops മതി. ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിങ്ങനെ ബോയിൽ ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ഒത്തിരി അങ്ങ് ചൂടായി പോവുകയാണെങ്കിൽ ഒരു വാം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒത്തിരി തണുക്കണ്ട, ചൂടും വേണം എന്നാൽ ഒത്തിരി ചൂടും വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് സ്കാൽപ്പയിൽ മുടിയിലൊക്കെ തേച്ചിട്ട് ഒരു 1 hour 2 hours കഴിയുമ്പോഴത്തേന് കഴുകിക്കളയാം. അപ്പോൾ ഈ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇതെന്തിനാ ഇത്രയും ഓയിൽസില്ലേ 5 or 6 ടൈപ്സ് ഓയിൽസ് നമ്മൾ മേടിച്ചിട്ട് പൈസ കളഞ്ഞ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ യുനോ നമുക്കറിയാവുന്ന ഏതെങ്കിലും നല്ല കടയിൽ നിന്ന് ഒരു ഓയിൽ മേടിച്ചാൽ പോരെയെന്ന്. അങ്ങനെ മേടിച്ചാലും മതി. ഇതിൻ്റെ യൂസ് എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മേടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിത് ഒരു 100 ml നോക്കി ഇപ്പോൾ ഒരു 1000 റുപ്പീസൊക്കെ അല്ലേ ഇപ്പോൾ സാധാരണ ഒരു നല്ലൊരു റിഗ്രോത്ത് ഓയിലിനൊക്കെ ആവുന്നത് മാർക്കറ്റിൽ. അപ്പം അതിന് പകരമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ ആ സെയിം എഫക്റ്റും കിട്ടും, പൈസയും ലാഭിക്കാമല്ലോ. സോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇത് നല്ല ചൂടായിട്ടിരിക്കുന്ന കാരണം ഞാൻ ഈ മേസൺ ജാറിലോട്ട് മാറ്റുന്നില്ല. ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് ഞാൻ ഈ മേസൺ ജാറിൽ വെച്ച് സ്റ്റോർ ചെയ്യും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, ഈ മേസൺ ജാർ പോലെയുള്ള ഏതെങ്കിലും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഒത്തിരി ഉണ്ടാക്കണ്ട. നമുക്ക് ആവശ്യമുള്ളത് ഒരു 1 മന്തിലോട്ടുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് പിന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye.